മാരിയമ്മൻ പൂജയുടെ മൂന്നാമത്തെ ദിവസമുള്ള വീഡിയോ ആണ് ഈ കാണുന്നത്. അപ്പോൾ ഇതും വൈകുന്നേരം തന്നെയുണ്ട് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മൾ രാത്രിയിലേക്കെല്ലാം മാവൊക്കെ കുഴച്ച് സെറ്റാക്കി വെക്കുകയാണ്. പണ്ടൊക്കെ ഇവിടെ മാവ് സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നത് അമ്മയുടെ അച്ഛനായിരുന്നു, അപ്പാപ്പനായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ അനിയൻ തന്നെയാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത്. ഇവനാണെങ്കിൽ ഈ മാരിയമ്പൂജ ദിവസം ഭയങ്കര തിരക്കാണ്. പാട്ട് പാടാനും ഉടുക്കൊട്ടുപാട്ടിലൊക്കെ ഉള്ള കാരണം അവർ കിട്ടുന്ന ഗ്യാപ്പിലാണ് കേട്ടോ വന്നിട്ട് ഇവിടുത്തെ പരിപാടികളൊക്കെ ചെയ്യുന്നത്. അപ്പം മാവൊക്കെ കുറച്ച് സെറ്റാക്കി വെച്ചതിന് ശേഷം വേഗം തന്നെ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങളെന്താ വീട്ടിലത്തെ കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം അമ്പലത്തേക്ക് ഇറങ്ങാൻ കേട്ടോ. ഇന്നും ഏകദേശം പെൺപടകളെല്ലാം തന്നെ ഒരേപോലത്തെ കോസ്റ്റ്യൂമിൽ തന്നെ ഉണ്ടോ. ഈ സെറ്റ് സാരിയൊക്കെ എടുത്ത് ഇറങ്ങുക എന്നുള്ളത് കുറച്ച് റിസ്ക് ആയ കാരണം ഞാൻ എന്തായാലും 7:30 എത്തിയിട്ടുണ്ട്. ആ നേരമേക്ക് അന്നദാനമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മാത്രം റെഡിയായ പോലെയല്ലേ, വേറെ 2 കൊച്ചു പെണ്ണുങ്ങളും കൂടി ഇല്ലേ. അപ്പോൾ അവരെയൊക്കെ റെഡിയാക്കി വന്നപ്പോഴേക്ക് ഏകദേശം ആ സമയം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഞാൻ അവരുടെ കൂടെ ചേരുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ പോയി ഇടയിലൊന്ന് ഗ്യാപ്പ് കിട്ടി ഫുഡ് വിളമ്പാനൊക്കെ ഒന്ന് കൂടും. പക്ഷേ അപ്പോഴേക്കും നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് ഭയങ്കര കരച്ചിലും വാശിയൊക്കെ ആയിട്ട് പിന്നെ അതൊന്ന് വിട്ടു പോരുകയാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത് അമ്പലത്തിൽ തായമ്പകയും പാട്ടൊക്കെ നടക്കുന്നുണ്ട്. അതും ഇടയ്ക്ക് കാണാൻ പോകും, ഇടയ്ക്ക് അന്നദാനത്തിൻ്റെ അവിടേക്കും വരും. അങ്ങനെയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല പോലെ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് തന്നെ തിരക്കുണ്ടായിരുന്നു. എത്രയും 4ാമത്തെ 5ാമത്തെ ട്രിപ്പിലാണ് ഞാൻ ഇരുന്നിട്ടുണ്ടായിരുന്നത്. നല്ല സദ്യയായിരുന്നു, മോരുകറിയും പായസവും പപ്പടും എല്ലാം കൂട്ടിയിട്ട് നല്ലൊരു പിടുത്തം തന്നെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ അമ്പലത്തിൽ കുറച്ച് നേരം ഇരുന്ന് പിന്നെ നേരെ വീട്ടിലേക്കാണ് കേട്ടോ പോരുന്നത്. അപ്പോൾ ഏകദേശം 10 മണി ആയിട്ടുണ്ട്, 10 അല്ല 9 ആ ടൈമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വീട്ടിൽ വന്നിട്ട് നമ്മുടെ അമ്പലത്തിൽ നിന്ന് വെളിച്ചപ്പാടും എല്ലാവരും കൂടി നമ്മുടെ വീട്ടിലേക്ക് വരും മാവിളക്ക് എടുക്കുന്നതിനായിട്ട്. അവർ വരുന്നതിന് മുന്നേ പൂവും കാര്യങ്ങളൊക്കെ മാവിൽ സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ. നമ്മൾ ചില സമയത്ത് ഒരുപാട് പൂക്കൾ നമുക്ക് കിട്ടുമായിരുന്നു, പക്ഷേ ഇപ്രാവശ്യം കുറച്ച് പൂക്കൾ തന്നെയാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടെന്ന്. ചെമ്പരത്തി പൂവൊക്കെ അവസാന നിമിഷത്തിലാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. എത്രയായാലും ആ ഒരു മാവിൻ്റെ ഭംഗി എടുത്ത് കാണിക്കുന്നത് ഈ ഒരു കോല് നമ്മൾ ഈർക്കലിൽ പൂവ് കുത്തിയിട്ട് അതിൽ വെക്കുമ്പോഴാണ് കേട്ടോ നല്ല രസമാണ് കേട്ടോ. എല്ലാവരും ഞങ്ങളുടെ സ്റ്റോപ്പിൽ ഒരേപോലെ വരിവരിയായി നിൽക്കുന്നത് കാണാൻ ഭയങ്കര രസം, ഈ മാവൾക്ക് തലയിലും വെച്ചിട്ട്. എന്താണ് എന്തത് ഇതെന്താ പാപ്പയാ അമ്മ? പാപ്പ എത്ര പാപ്പയത്? അതെ പാപ്പ എത്ര അമ്മേ? ആ മതി കുഞ്ഞാ. എൻ്റെ സാധന എൻ്റെ പൂവ് ഇതെന്താ എന്ത് പാപ്പ കുഞ്ഞാറ്റേ? Let's.
ഭാഗം കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുണ്ടാവും. നല്ല ഉറക്കം വന്ന് കോട്ടുവായ കെട്ടിട്ടാണ് കേട്ടോ ഓരോരുത്തർ നിൽക്കുന്നത്, ഞാൻ ഉൾപ്പെടെ. അപ്പോൾ ഏട്ടനാണെങ്കിൽ വീഡിയോ എടുത്ത് തരുന്നുണ്ട്. അപ്പോൾ ഏട്ടൻ എന്താ ബാക്കിൽ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ആ വോയിസ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ തന്നെ പറയുന്നത്. ഈ ഒരു ദിവസം മാത്രമല്ലല്ലോ, നമ്മൾ മുന്നത്തെ 2 ദിവസമായാലും പിന്നെ ഇനി ശേഷമുള്ള ദിവസമായാലും ഒക്കെ ഉറക്കം ഒഴിക്കേണ്ടതാണ്. അപ്പോൾ എല്ലാവരുടെ മുഖത്തും ഭയങ്കര ഉറക്കക്ഷീണം ഉണ്ട് കേട്ടോ. നമുക്കൊന്ന് പോയി കിടന്നുറങ്ങാമെന്ന് വെച്ചാലും നമുക്ക് പറ്റില്ല. പിറ്റേ ദിവസം നമ്മൾ നീച്ച അമ്പലത്തേക്ക് വരികയാണ്. ഇതിൽ എന്താ പറയുക, നമുക്ക് എത്ര വലിയ ഉറക്കക്ഷീണം ഉണ്ടെങ്കിലും നമ്മൾ ആ നേരമായി കഴിഞ്ഞാൽ അമ്പലത്തേക്ക് വരും കേട്ടോ. പണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് വീടുകളിൽ നിന്ന് മാവിളക്കൊക്കെ എടുത്തിരുന്നു അത്ര. പക്ഷെ ഇപ്രാവശ്യമൊക്കെ നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട്. അതായത് ഓരോരുത്തർക്ക് മാവിളക്ക് എടുക്കാൻ പറ്റാത്ത സാഹചര്യം, മരണം, അങ്ങനെ പല പല സാഹചര്യങ്ങളുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്രാവശ്യം നന്നായിട്ട് കുറഞ്ഞിട്ടുള്ളത്. അടുത്ത പ്രാവശ്യം പറ്റുന്നവർ ഒട്ടുമിക്ക പേരും എടുക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നല്ല ചേഞ്ച് വരുത്തണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും പിന്നെ എനിക്ക് എൻ്റെ വിശപ്പിൻ്റെ പ്രാന്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ നമ്മുടെ മാരങ്കോവിലേക്ക് എത്തിയപ്പോൾ തന്നെ 2:30 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് വെച്ചപ്പോൾ ചോറുണ്ടോ ഒന്നുമില്ല. അപ്പോൾ എന്താ വെച്ചിട്ട് നേരെ ചെറുതുരുത്തിക്ക് വിടാമെന്നൊരു പ്ലാനിങ് ആയിരുന്നു. അമ്മയും അനിയന്മാരും ആരും തന്നെ അമ്പലത്തിൽ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പോയി ഡ്രസ്സ് മാറി അമ്പലത്തിൽ ചെന്ന് ഇവരത് പറഞ്ഞിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് ഇതേ കണ്ടില്ലോ, ഒരുപാട് നായക്കുട്ടന്മാരെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ കൂടെ വരാനാണ് തോന്നുന്നത്. പിന്നെ ഇതേ നമ്മുടെ ഈ ഒരു ഗേറ്റ്, അത് പിന്നെ സ്ഥിരമാണല്ലോ. എന്താ ഈ 2:30 നേരത്തൊക്കെ കിട്ടിയാൽ ഞാൻ എന്താ വിചാരിച്ച് ഷെയ്ക്കും എന്തെങ്കിലും വെജിൻ്റെ എന്തെങ്കിലും കഴിക്കാമെന്ന്. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഒന്നും പ്രത്യേകിച്ചുണ്ടായിരുന്നില്ല. അപ്പോൾ അതാ ഞങ്ങൾ നെയ്ച്ചോറും കുറുമക്കറിയാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, സത്യം പറഞ്ഞാൽ ഒന്നിനും കൊള്ളില്ലായിരുന്നു. കുറുമക്കറി ഭയങ്കര മധുരമായിട്ട് എങ്ങനെയൊക്കെ 2 വായ കഴിച്ചിട്ട് വേഗം വീട്ടിലേക്ക് പോന്നു.